ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. ഞാൻ ഈ അടുത്തിടെ വായിക്കാനിടയായ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന കുറേയധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം. ഈ പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കുക. ഇത് എഴുതിയിരിക്കുന്നത് ബ്രയാൻ ട്രേസിയാണ്. അദ്ദേഹം ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റും അതുപോലെ തന്നെ ട്രെയിനറും പ്രാസംഗികനും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന ലോക പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ തവളയെ തിന്ന് എന്ന പുസ്തകമാണ്. ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് അതിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് താല്പര്യമുള്ളവർക്ക് ആ പുസ്തകം വായിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലെ ആയിക്കോട്ടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണിത്. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ജോലികളെ അതാതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ജോലിയും ചെയ്യാനുള്ള സമയം കിട്ടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരാശയം. നമുക്കെല്ലാവർക്കും ഉള്ള പരാതിയാണ് നമുക്ക് സമയമില്ല എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, തീർച്ചയായിട്ടും അത് സത്യം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ എല്ലാം കൂടെ ചെയ്യാനുള്ള സമയവും നമുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അദ്ദേഹം ആ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയെയും ഒരു തവളയോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തവളയെ ആദ്യം തിന്നുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ജോലി ആദ്യം നമ്മൾ ചെയ്യുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ ജോലി ഏതാണോ ആ ജോലി ആദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവും എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് നമ്മുടെ ജോലികൾ നമുക്ക് കാര്യപ്രാപ്തിയോടുകൂടി ചെയ്യാനും നല്ല റിസൾട്ട് കിട്ടാനും വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണോ നേടേണ്ടത് അതെല്ലാം നമ്മൾ ഒരു പേപ്പറിൽ കുറിച്ചിടണം. ആ പേപ്പറിൽ നമ്മൾ ഓരോ ലിസ്റ്റ് ഓരോന്നായിട്ട് നമ്മൾ ഓരോ ജോലികളും ആ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ നമുക്ക് ചെയ്യേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻഗണനാക്രമത്തിൽ ആദ്യം ഏതാണ് അതിനുശേഷം വരുന്ന ഏതാണ് അങ്ങനെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പവും ഇതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ഓരോ ലക്ഷ്യത്തിൻ്റെയും ഒരു പ്രധാന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അത് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ദൂരത്തെ ശരിക്കും കുറയ്ക്കും. നമുക്ക് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് പ്രധാന ജോലിയിൽ പ്രധാനപ്പെട്ട ആ ലക്ഷ്യത്തിൽ എത്താൻ സഹായിക്കുന്ന പ്രധാന ജോലിയിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടും അത് സഹായിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ 80-20 നിയമം വിൽഫ്രെഡോ പാരറ്റോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ധനതത്വശാസ്ത്രജ്ഞൻ്റെ ഒരു നിയമമാണ്. അദ്ദേഹം പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ജോലിയിൽ നമ്മൾ ചെയ്യുന്ന 20% പണികളാണ് 80% റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതെന്നാണ്. അതായത് ഒരു 10 പണി നമുക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 2 ജോലികൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ജോലിയുടെ മൂല്യം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ ബാക്കി 8 ജോലിയുടെ റിസൾട്ടിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് ഏതാണ് ഇതിൽ 2 പണി എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏതാണ് പ്രധാനപ്പെട്ടത്, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതിനു വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറഞ്ഞ മൂല്യമുള്ള പണികൾ നമ്മൾ ചെയ്യുന്നത്, അതായത് ഇമ്പോർട്ടൻസ് കുറവുള്ള കുറേ ജോലികൾ നമ്മൾ ചെയ്യുന്നത് ശരിക്കും നമ്മളുടെ സമയം നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അടങ്ങിയ നമ്മുടെ ലൈഫിൽ നമ്മളെ വിജയത്തിലോട്ട് എത്തിക്കുന്ന ഒരുപാട് പോയിൻറ്റ്സ് നമുക്ക് ഈ ബുക്കിൽ നിന്ന് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബുക്ക് വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. അതുപോലെ തന്നെ ഇത് വായിക്കാനുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു മോട്ടിവേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വായിക്കുമെന്നുള്ളവരും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നവരും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കണേ. താങ്ക് യു.